ഇന്ന് ചിന്തയ്ക്കെടുക്കുന്ന കൊളോസ്യരുടെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. കൊളോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 9. കൊളോസ്യർ 2:9 വചനം ഇങ്ങനെ പറയുന്നത്: ഫോർ ഇൻ ക്രൈസ്റ്റ് lives all the fullness of God in a human body. 10 പറയുന്നു: so you also are complete through your union with Christ, who is the head over every ruler and authority. 9-10 കൊളോസ്യർ. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഏതും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന് മഹത്വം. അത് 2 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. 1 സമ്പൂർണത, 2 പരിപൂർണത. ഹല്ലേലൂയ, കർത്താവിന് മഹത്വം. ഫുൾനെസ് ആൻഡ് കംപ്ലീറ്റ്നെസ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നമ്മളോട് പറയുന്നു, ക്രിസ്തുവിനകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ സകല സമ്പൂർണതയുമുണ്ട്. there is fullness of God in Christ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ എടുത്താൽ ക്രിസ്തു പൂർണ്ണ സകല ദൈവത്തിന്റെ പൂർണ്ണത, ദൈവത്തിന്റെ സമ്പൂർണത, ദ ഫുൾനെസ്. ഹല്ലേലൂയ, ക്രിസ്തുവിനകത്ത് വസിക്കുന്നത്. ഞാൻ ക്രിസ്തു 100% ദൈവമാണ് എന്ന് വിളിച്ചു പറയുക. ക്രിസ്തുവിനകത്ത് ദൈവമുണ്ട്. അതാ യേശു പറഞ്ഞത്, എൻ്റെ അകത്ത് പിതാവായ ദൈവം എന്നിലും ഞാൻ നിങ്ങളിലും, പിതാവായ ദൈവം എന്നിലും ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ അകത്ത് ക്രിസ്തുവുണ്ട്. നമ്മളുടെ അകത്ത് ക്രിസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ അകത്ത് ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിനെ അന്വേഷിക്കാൻ വേറെ എങ്ങും പോകണ്ട. യേശു കർത്താവിനെ നോക്കിയാൽ മതി, യേശു ക്രിസ്തുവിനെ നോക്കിയാൽ മതി. എന്നിട്ട് 10 അഫർമേഷൻ തരുക, കൺഫേം ചെയ്യുക. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങളും ക്രിസ്തുവിലെ നിങ്ങൾ ഒന്നായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പൂർണ്ണതയുള്ളവർ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ക്രിസ്തു എന്നിൽ വസിക്കുന്നു, ക്രിസ്തു ദൈവത്തിന്റെ സമ്പൂർണതയുള്ളവൻ. ഈ സമ്പൂർണത എൻ്റെ അകത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പൂർണ്ണതയുള്ള ഒരു വ്യക്തിയാ. ഹല്ലേലൂയ, ഐ എം കംപ്ലീറ്റ്. എനിക്ക് വേറെ എങ്ങും ഇനിയും പോകണ്ട എന്നെ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ. സ്തോത്രം. എൻ്റെ അകത്ത് ശൂന്യതയില്ല, എൻ്റെ അകത്ത് കുറവില്ല, എൻ്റെ അകത്ത് അയ്യോ ഇനി എന്തേലും കൂടെ ആഡ് ചെയ്യാൻ ഉണ്ട് എന്ന് പറഞ്ഞ് ചിന്തിക്കേണ്ട. ആരും കണ്ണാടി നോക്കിയിട്ട് പറയേണ്ട, ഫിസിക്കലി തിരിഞ്ഞിരുന്നായിരുന്നെങ്കിൽ വൃത്തിയായിരുന്നതിൻ്റെ, എൻ്റെ കണ്ണിന് ഇച്ചിരി കൂടെ വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ സൗന്ദര്യമായിരുന്നേനെ എന്നാരും ചിന്തിക്കേണ്ട. അല്ലെ എനിക്കെന്തോ കുറവുണ്ട്, എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് അവരോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ശബ്ദം പോരാ, വാക്ക് പോരാ, പഠിത്തം പോരാ, ചിന്തിക്കേണ്ട. ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് എൻ്റെ അകത്ത് ക്രിസ്തു ഉള്ളത് കൊണ്ട്, എൻ്റെ അകത്ത് ക്രിസ്തു ഉള്ളത് കൊണ്ട് ഞാൻ പൂർണ്ണതയുള്ള വ്യക്തിയാ. ഹല്ലേലൂയ. ബിക്കോസ് ക്രൈസ്റ്റ് ഇസ് ഇൻ മീ ഐ എം എ കംപ്ലീറ്റ് പേഴ്സൺ. ഹല്ലേലൂയ. എൻ്റെ അകത്ത് ക്രിസ്തു വസിക്കുന്നത് കൊണ്ട് ഞാൻ ഹല്ലേലൂയ ഞാൻ പരിപൂർണതയുള്ള ഒരു വ്യക്തിയാ. കംപ്ലീറ്റ്. ആ മലയാളത്തിലെ ആ വാക്ക് ഭയങ്കര ഭംഗിയല്ലേ. മീൻസ് എല്ലാ ഏരിയയിലും ഫുള്ളാണ്, കംപ്ലീറ്റ് ആണ്. അല്ല, ഇനി ഒന്നും എന്നിൽ ആഡ് ചെയ്യാനില്ല, ഇനി എന്നിൽ നിന്നൊന്നും കുറയ്ക്കാനില്ല. എന്നാന്ന് വെച്ചാൽ സകലത്തിലും പൂർണ്ണതയുള്ള ക്രിസ്തു എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഐ ആം കംപ്ലീറ്റ്. ഹല്ലേലൂയ. എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഐ ആം കംപ്ലീറ്റ്. ഹല്ലേലൂയ. ഒരു സർക്കിളിനെ എടുത്താൽ ആ സർക്കിളിന്റെ ഒരു ഭാഗം പോലും എംപ്റ്റി അല്ല, അത് കംപ്ലീറ്റ് ആണ്. ഹല്ലേലൂയ. അതേപോലെ തന്നെ നിങ്ങളും ഞാനും ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ എല്ലാ വിധത്തിലും പരിപൂർണതയുള്ള. കൺഫസ് ചെയ്യാം, ഞാൻ ക്രിസ്തുവിൽ ഒന്നാ. ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞ്, ഞാൻ ക്രിസ്തുവിൽ ഒന്നാ. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിൽ ഒന്നായതുകൊണ്ട് ഞാൻ പരിപൂർണതയുള്ള വ്യക്തിയാ. ഹല്ലേലൂയ. ക്രിസ്തു എന്നിട്ട് അവിടെ വാക്യം പറയുന്നു, ക്രിസ്തു എല്ലാത്തിൻ്റെ മേൽ അധികാരിയായിട്ടിരിക്കുന്നു. ഹൂ ഇസ് ദ ഹെഡ് ഓവർ അധികാരിയായിട്ടിരിക്കുന്നു. ഹൂ ഇസ് ദ ഹെഡ് ഓവർ എവറി റൂളർ ആൻഡ് അതോറിറ്റി. എല്ലാ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും തലവനായി ക്രിസ്തു ഇരിക്കുന്നു. ഹല്ലേലൂയ. സമ്പൂർണതയുള്ള ദൈവം എന്നിൽ വസിക്കുന്നെങ്കിൽ, ഞാനും ക്രിസ്തുവും ഒന്നാണെങ്കിൽ, ഹല്ലേലൂയ, ക്രിസ്തു എല്ലാത്തിൻ്റെയും മേൽ വാഴുന്നു എന്ന് വചനം പറയുന്നെങ്കിൽ ഈക്വൽ ടു എന്താണ്? ഞാനും എല്ലാത്തിൻ്റെയും മേൽ വാഴുന്നു. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, ഞാൻ സകല വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മേലിൽ ഞാൻ വാഴുന്നു. ഹല്ലേലൂയ. അപ്പം ക്രിസ്തു എന്നിൽ വസിക്കുന്നു, ക്രിസ്തു
സമ്പൂർണതയുള്ളവൻ. ഹല്ലേലൂയ. ഈ സമ്പൂർണതയുള്ള ക്രിസ്തു എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാത്തിലും കംപ്ലീറ്റ്, ഞാൻ പരിപൂർണതയുള്ള വ്യക്തി. 4, ഹല്ലേലൂയ, യേശു എല്ലാത്തിൻ്റെ മേൽ വാഴുന്നത് കൊണ്ട് അണ്ടർസ്റ്റുഡ് ആണ്, ഞാനും പരിപൂർണതയുള്ളത് കൊണ്ട് ഞാനും എല്ലാത്തിൻ്റെയും മേൽ വാഴുക. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്കും എനിക്കും മേളിൽ ദൈവത്തിനെ മാത്രം ഭയന്നാ മതി. ഹല്ലേലൂയ. ഇന്ന് ഒരു വ്യക്തികളോ ഒരു സാഹചര്യമോ ഒന്നും ഹല്ലേലൂയ ഇനിയും നിങ്ങളെയും എന്നെയും ഭരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറഞ്ഞ് എന്നെ ഒന്നിനും കീഴടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശു എല്ലാ വാഴ്ചകളുടെ അധികാരങ്ങളുടെയും മേളിലാണെങ്കിൽ ഞാനും എല്ലാത്തിൻ്റെയും മേളില. പിന്നെ എന്തിനാ ഭയക്കുന്നത്? ഹല്ലേലൂയ. പിന്നെ എന്തിനാ പറയുന്നത് ഉയ്യോ പിശാചിന്റെ പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. പറയല്ലേ. അവിടെ വിളിച്ചു പറയേണ്ടത് ഏത് സാഹചര്യം കണ്ടാലും അതിന് വാഴും. പക്ഷെ വാ തുറന്ന് അതിന് ജീവൻ കൊടുക്കല്ലേ. അവിടെ വിളിച്ചു പറയണം, ഞാൻ വാഴും. ഹല്ലേലൂയ. ക്രിസ്തു ഇതിന്റെ മേൽ അധികാരം എടുത്തിരിക്കുന്ന കൊണ്ട് ഞാൻ അധികാരം എടുക്കും. ഹല്ലേലൂയ. എൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ക്രിസ്തുവിന്റെ എല്ലാ അനുഗ്രഹവും ദൈവത്തിന്റെ എല്ലാ ശക്തിയും കൃപയും എല്ലാം എൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്ത് ഹല്ലേലൂയ കൃപകൾക്ക് കുറവില്ല, എൻ്റെ അകത്ത് നന്മയ്ക്ക് കുറവില്ല. എൻ്റെ അകത്ത് സകലതും യേശു എൻ്റെ അകത്തുണ്ടോ, എനിക്കെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ഇത് നമ്മളുടെ പ്രാക്ടീസ് ആക്കണം. വിളിച്ചു പറയണം, ഐ ആം കംപ്ലീറ്റ് ത്രൂ മൈ യൂണിയൻ ഇൻ ക്രൈസ്റ്റ്. അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവായിട്ട് ഒന്നായിരിക്കുന്നത് കൊണ്ട് ഞാൻ ക്രൈസ്റ്റ്. അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവായിട്ട് ഒന്നായിരിക്കുന്നത് കൊണ്ട് ഞാൻ പരിപൂർണതയുള്ള വ്യക്തിയാ. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 13-ാം വാക്യം പറയുന്നു, കൊളോസ്യർ 2:13, യു വർ ഡെഡ് ബിക്കോസ് ഓഫ് യുവർ സിൻസ്. നിങ്ങൾ നിങ്ങളുടെ പാപം മൂലം മരിച്ചവരായിരുന്നു. എത്ര ക്ലിയർ ആയിട്ട് മരിച്ചവരായിരുന്നു. എത്ര ക്ലിയർ ആയിട്ട് അങ്ങ് വചനം അങ്ങ് എഴുതി വെച്ചിരിക്കുക അല്ലേ. നിങ്ങളും ഞാനും ഒരു നാള് മരിച്ചവരായിരുന്നു. ഇന്നൊന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞേ, ഞാൻ മരിച്ച വ്യക്തി ആയിരുന്നു. ഹല്ലേലൂയ. എങ്ങനെയായിരുന്നു മരിച്ചത്? പാപം മൂലം നമ്മള് മരിച്ചവരായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ പാപം എന്നിട്ട് വചനം പറയാ, then God made you alive with Christ for he forgave all our sins. ഇനിയും ആ 9ഉം 10ഉം കേട്ടിട്ടും ആർക്കേലും എന്നാലും എങ്ങനെയാ വിളിച്ചു പറയുന്നത് ഞാനും ക്രിസ്തു ഒന്നാണെന്ന്? എങ്ങനെയാ ഞാൻ വിളിച്ചു പറയുന്നത് ക്രിസ്തുവിന്റെ സകല പൂർണ്ണത എൻ്റെ അകത്തുണ്ടെന്ന്? എന്നാലും ഞാൻ കുറവൊക്കെയുള്ള വ്യക്തിയല്ലേ കർത്താവേ. ഞാൻ ഇന്നലെയും കൂടെ ഞാൻ അതും പറഞ്ഞു ഇതും പറഞ്ഞു, ഞാൻ അതും ഇതും ഒക്കെ ചെയ്തു, ഞാൻ യേശുവേ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ കർത്താവെ അങ്ങ് ബലഹീനമായി പോകുക. എന്നൊരു വേണ്ട വചനം പറയുന്നു, ക്രിസ്തു എൻ്റെ അകത്തുണ്ടെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം അവിടെ 13-ാം വാക്യം പറയുന്നു, പാപികളായിരുന്നു നമ്മൾ, പക്ഷെ കർത്താവ് നമ്മുടെ പാപത്തിനെ മുറിച്ചു മാറ്റി. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിനെ മുറിച്ചു മാറ്റിയിട്ട് നിങ്ങളെയും എന്നെയും ക്രിസ്തുവിൽ ജീവനുള്ളവരാക്കി. ഇന്ന് നിങ്ങളും ഞാനും ജീവിക്കുന്ന വ്യക്തികളാ. ക്രിസ്തു മൂലം പുതിയ സൃഷ്ടികളാ. ഇന്ന് കൺഫെസ് ചെയ്തേ, ഞാനൊരു പുതിയ സൃഷ്ടിയാ. ഹല്ലേലൂയ. വചനം അവിടെ പറയുന്നു, നമ്മുടെ എല്ലാ പാപവും ദൈവം ക്ഷമിച്ചു എന്ന്. ഹല്ലേലൂയ. ഇനിയും നമ്മൾ കൃപയാൽ രക്ഷപ്പെട്ടവരാ, നമ്മുടെ പരിശ്രമത്താലല്ല. അധ്യായം അതിന്റെ 22, 23 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, അതിന്റെ 20 തൊട്ട് 23 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൾക്കാരോട് പറയുക, നിങ്ങള് ഇങ്ങനെ ക്രിയകൾ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്നാലേ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ശുദ്ധരാവത്തുള്ളൂ, നിങ്ങൾ രക്ഷപ്പെടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ അതെല്ലാം ചെയ്യും. അവർ ആഹാരം വെടിയും, അവര് അവിടെ നോക്കത്തില്ല, ഇവിടെ നോക്കത്തില്ല. കുറെ നിയമങ്ങൾ പാലിച്ചാൽ കുറെ കാര്യങ്ങളൊക്കെ എന്തോ നേടിയെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ പറയുക, ഇല്ല, നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ പുതിയ കർത്താവ് നിങ്ങളുടെ എല്ലാ പാപവും മായ്ച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. പിന്നെയും എന്ത് ചെയ്യും? കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ പറയും, എൻ്റെ കുറവാ കർത്താവെ, എന്നോട് ക്ഷമിക്കണം കർത്താവെ, നിലവിളിച്ചുകൊണ്ടിരിക്കും അല്ലേ നമ്മളെ. ഹല്ലേലൂയ. പക്ഷെ സ്നേഹം നമ്മളെ നിർബന്ധിക്കും പാപത്തിൽ പെടാതെ വണ്ണം. പാപത്തിൽ
പെടാതെ വണ്ണം. ഹല്ലിയ. സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിന്റെ സ്നേഹം നമ്മളുടെ അകത്ത് കിടക്കുന്നത് നമ്മളെ നിർബന്ധിക്കും ഹല്ലിയ പാപത്തിനെ നോക്കാതിരിക്കാൻ, ഹല്ലിയ പാപത്തിൽ വീഴാതിരിക്കാൻ. ആ നുണ പറയാനായിട്ട് നാവ് ഇങ്ങോട്ട് പൊങ്ങാൻ ഒരുങ്ങുമ്പം അകത്തൊരു പിടിവലി നടക്കുന്നത് കൊണ്ട് ആ കള്ളം പറയാനായിട്ട് നാവ് അങ്ങോട്ട് പൊങ്ങുമ്പോഴത്തേക്ക് അകത്ത് ഹല്ലിയ ഒരു പിടിച്ചിങ്ങ് നമ്മളെ മാറ്റിയിട്ട് വരും. വേണ്ട വേണ്ട, കള്ളം പറയണ്ട, ഉയ്യോ പറയണ്ട എന്ന് പറഞ്ഞ് കള്ളം പറയാതെ സൂക്ഷിക്കും അല്ലേ? കർത്താവിന്റെ ആ സ്നേഹം, ഹല്ലേലൂയ, അതാണ് ആ ദിവ്യ സ്നേഹം. തിരുവചനം പറയുന്നു എല്ലാ പാപവും അവൻ ക്ഷമിച്ചു. ഇനി ഒരു പാപവും ക്ഷമിക്കാനില്ല. സ്തോത്രം. ഇനി നമ്മൾ യേശുവിനെ അറിഞ്ഞിട്ട് പിന്നെ ഒന്നേന്ന് പറഞ്ഞ് പാപം ചെയ്യേണ്ടിയിരിക്കും. കർത്താവിന്റെ വചനം പറയുന്നു, നമ്മൾ ഇപ്പം ഈ വചനം കേൾക്കുമ്പോൾ ഇപ്പോഴാണോ നമ്മൾ വിശ്വാസത്തിൽ വരുന്നത്, മാനസാന്തരപ്പെടുന്നത്? ഇന്ന് വരെയുള്ള പാപമാണോ നമ്മൾ വിശ്വാസത്തിൽ വരുന്നത്, മാനസാന്തരപ്പെടുന്നത്? ഇന്ന് വരെയുള്ള പാപം കർത്താവ് ക്ഷമിച്ചു. ഹല്ലേലൂയ. പിന്നെ നമ്മൾ കർത്താവുമായിട്ട് പറ്റിച്ചേർന്ന് നമ്മൾ ഒന്നായി ജീവിക്കും. അപ്പം പിന്നെ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഞാൻ യേശുവിനെ എത്ര വർഷമായി അറിഞ്ഞിട്ട് ഇന്ന് രാവിലെയും കൂടെ ഞാൻ കുറ്റം പറഞ്ഞല്ലോ, ഞാൻ കള്ളം, എൻ്റെ അവസ്ഥ എന്തോ ആയിരിക്കും? കർത്താവിനോട് പറഞ്ഞ് ആ പാപം ഉപേക്ഷിച്ച് കർത്താവിൽ ആശ്രയിക്കണം. കർത്താവിനോട് പറയണം, കർത്താവെ ഞാൻ ആ പാപത്തിനെ വെടിയുക, ഞാൻ ആ പാപത്തിനെ വെറുക്കുക, എനിക്ക് അങ്ങനെ പറയണ്ട, എനിക്ക് അങ്ങനെ നോക്കണ്ട, എന്നെ ഒന്ന് സഹായിക്കണം. ഹല്ലേലൂയ. ശുദ്ധ ഒരു വ്യക്തിയായി ജീവിക്കുവാൻ, ഒരു വ്യക്തിയായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ തുണ നിൽക്കും. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും നമ്മൾ ആ പാപത്തിൽ വീഴാതെ വണ്ണം കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. എന്നും കുന്നും ഒരു വയസ്സായ കുഞ്ഞിനെ പോലെ അല്ല നമ്മൾ ഇരിക്കണ്ടേ. ഓരോ ദിവസവും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ ആ കുറവിനെ സ്വഭാവത്തിന്റെ മേളിൽ നമ്മൾ കയറാൻ നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാതെ വേണം. തിരിച്ചു വരാം. കർത്താവിന്റെ വചനം പറയുന്നു, ഒരു നാൾ നിങ്ങൾ പാപം കൊണ്ട് മരിച്ചവരായിരുന്നു, പക്ഷെ ഇന്നോ, വചനം പറയുന്നു, നിങ്ങളുടെയും എന്റെയും പാപം കർത്താവ് ക്ഷമിച്ചിട്ട് എന്നെ ജീവനുള്ളവരാക്കി. ഹല്ലേലൂയ. ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞേ, ദൈവം എന്നോട് ക്ഷമിച്ചു, ഞാൻ ക്ഷമിക്കപ്പെട്ട ഒരു വ്യക്തിയാ. ഹല്ലേലൂയ. ഐ എം എ ഫൊർഗിവൻ പേഴ്സൺ. ഇനി എൻ്റെ അകത്ത് ഒരു പാപവുമില്ല കർത്താവ് ക്ഷമിക്കുവാനായിട്ട്. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവുമായിട്ട് ജീവനുള്ള വ്യക്തിയാ, ഞാനൊരു പുതിയ സൃഷ്ടിയാ. ഒന്ന് തെറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പം വിളിച്ചു പറയണം, ഇല്ല, ഞാനൊരു പുതിയ സൃഷ്ടിയാ. ഏത് സമയവും വിളിച്ചു പറയണം, യേശു എൻ്റെ കൂടെയുണ്ട്, ഞാനൊരു പുതിയ സൃഷ്ടിയാ. തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മളുടെ വായുടെ ഫലം നമ്മൾ അനുഭവിക്കുമെന്ന്. ഹല്ലേലൂയ. ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെടുന്നവര്, എനിക്കിത് പറ്റുന്നില്ല, ഞാൻ ഇവിടെ വചനം കേൾക്കുന്ന ഇങ്ങനെ, പക്ഷെ എൻ്റെ അകത്ത് ഈ ഒരു സ്വഭാവമുണ്ട്, എനിക്കതിനെ പിന്തിരിയാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണം ഞാൻ എന്ന് ഭാരപ്പെടുന്നുണ്ടോ? എന്നും വിളിച്ചു പറയണം, എപ്പോഴും വിളിച്ചു പറയണം, യേശു എൻ്റെ കൂടെയുണ്ട്, ഞാൻ യേശുവിനകത്ത്, എൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടതാ. ഹല്ലേലൂയ. ഞാനൊരു പുതിയ സൃഷ്ടിയാ. വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഞാനൊരു പുതിയ സൃഷ്ടിയാ. ഈ പുതിയ സൃഷ്ടിക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞുകൊണ്ടേ നടക്കണം, യേശുവിൻ്റെ കർത്താവായതുകൊണ്ട്, ഞാനൊരു പുതിയ സൃഷ്ടിയായതുകൊണ്ട് പാപത്തിന് എൻ്റെ മേൽ ജയമെടുക്കാൻ പറ്റത്തില്ല. അല്ലേ? വചനം നമ്മൾ അതിന്റെ 10-ാം വാക്യത്തിൽ 9-10 നമ്മൾ ശ്രദ്ധിച്ചു, ക്രിസ്തു എല്ലാത്തിൻ്റെയും മേല് ജയം എടുത്തിട്ടുണ്ട്, ക്രിസ്തു എല്ലാത്തിൻ്റെയും മേൽ വാഴുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളും ഞാനും സകല പാപത്തിന്റെ മേൽ വാഴുന്നവരാ, നിങ്ങളും ഞാനും സകല ബലഹീനതയുടെ മേൽ വാഴുന്നവരാ. ഇന്ന് വിളിച്ചു പ്രഖ്യാപിക്കണം, ഞാനൊരു പുതിയ സൃഷ്ടിയാ, ഞാൻ എല്ലാ വാഴ്ചകളുടെ അധികാരങ്ങളുടെ മേൽ ഞാൻ ജയം എടുത്തിരിക്കുക. ഹല്ലേലൂയ. എൻ്റെ ഈ സ്വഭാവത്തിന്റെ മേൽ ഞാൻ ജയം എടുത്തിരിക്കുക. ഇനി അതെന്നെ മാടി വിളിക്കത്തില്ല. കുറ്റം പറയുന്ന സ്വഭാവമുണ്ടോ? കർത്താവിനോട് പറയണം, കർത്താവേ ഞാനൊരു പുതിയ സൃഷ്ടി. അതിനെ നോക്കിയിട്ട് പറയണം, ഞാനൊരു പുതിയ സൃഷ്ടി. അതിനെ നോക്കിയിട്ട് പറയണം, ഞാനൊരു പുതിയ സൃഷ്ടിയാ. ഹല്ലേലൂയ. ഇനിയും പാപത്തിന് എന്നെ ജയിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഒന്ന് വിളിച്ച് ആ വചനങ്ങൾ നമ്മൾ വിളിച്ച് പറയും തോറും അത് നമ്മളുടെ അകത്ത്
ക്രിയ ചെയ്യാൻ തുടങ്ങും. ഈ വചനം നമ്മളുടെ അകത്ത് വേര് പിടിക്കും. ഹല്ലേലൂയ. നമുക്ക് ആ പുതിയ അനുഭവത്തിനകത്ത് ജീവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മൾ കർത്താവിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വളരുവാനായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. ഹല്ലേലൂയ. 14 വാക്യം എന്നിട്ട് പറയുന്നു, ഹി ക്യാൻസൽഡ്. അപ്പൊ നമ്മളോട് ക്ഷമിക്കുക മാത്രമല്ല, 13 പറഞ്ഞു, നമ്മളുടെ എല്ലാ പാപങ്ങൾക്കും കർത്താവ് നമ്മളോട് ക്ഷമിച്ചു. എന്നിട്ട് 14 വാക്യം പറയാ, he cancelled the record of the charges against us and took it away by nailing it to the cross. 13-14. അതിക്രമങ്ങളാലൊക്കെയും നമ്മോട് ക്ഷമിച്ച, നമുക്ക് വിരോധമായി പ്രതികൂലമായിരുന്ന കൽപ്പനകളെ അവൻ നീക്കി കളഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ മധ്യയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അത് നമ്മൾ ശരിക്കും അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും എന്റെയും എതിരെ ഒരു കുറ്റപത്രം കിടപ്പുണ്ടായിരുന്നു. ഇവള് ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്തു, അതാണ്ട് അവര് അങ്ങനെ പറഞ്ഞപ്പോ ഇവളും കിടപ്പുണ്ടായിരുന്നു. ഇവള് ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്തു, അതാണ്ട് അവര് അങ്ങനെ പറഞ്ഞപ്പോ ഇവള് തിരിച്ചിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ എതിരെ കുറെ കുറ്റങ്ങൾ കിടപ്പുണ്ടായിരുന്നു. ഇവളുടെ അപ്പനും അമ്മയും ഉണ്ടല്ലോ, അപ്പനും അമ്മയും ഒക്കെ ഇങ്ങനെ പറയുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തതാ. ഇവളുടെ അപ്പനും അമ്മൂമ്മയും അവരങ്ങനെ ചെയ്തതാ. പറയത്തില്ലേ, എന്തോ പറയാനാ, എൻ്റെ കുടുംബത്തിനകത്ത് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട്, ഞാൻ ഇനി അടുത്ത തലമുറ എൻ്റെ അകത്തും വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഏറ്റുവാങ്ങാനിരിക്കുന്ന കുറെ ആൾക്കാരെ കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ യേശുവിലാണോ? യേശുവിലാണെങ്കിൽ പറയണം, എൻ്റെ എതിരെ കിടന്ന സകല കയ്യെഴുത്തുകളും കർത്താവ് എടുത്തിട്ട് വലിച്ചു കീറി ദൂരെ കളഞ്ഞു. ഹല്ലേലൂയ. വചനം പറയുന്നു, അത് കാൽവരി ക്രൂശിൽ യേശു തറയ്ക്കപ്പെട്ടപ്പം ആ ആണി അടിച്ചപ്പോഴുണ്ടല്ലോ, ഹല്ലേലൂയ, നമ്മുടെ ഓരോരുത്തരുടെയും പേര് അതിനകത്ത് വന്നിട്ട് ആ ഓരോ ആണി ഇങ്ങനെ അടിച്ചപ്പോൾ ഉണ്ടല്ലോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ആരുമില്ല. യേശു കർത്താവ് അന്ന് ചെയ്തത് ഇനിയും വരാനിരിക്കുന്ന തലമുറകൾക്കും കൂടെ ഉള്ളതാ കർത്താവ് ആ കാൽവരി ക്രൂശിൽ വഹിച്ചത്. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും കർത്താവിൽ, യേശുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അതിക്രമങ്ങളും പാപങ്ങളും ശാപങ്ങളും കുടുംബത്തിൽ കിടക്കുന്ന സകല കെട്ടും ബന്ധനവും എല്ലാം കർത്താവ് കാൽവരി ക്രൂശിൽ വലിച്ചു കീറി അതിൻ്റെ മേൽ ജയം കൊണ്ടാടി. ഹല്ലേലൂയ. വചനം 15 വാക്യം പറയുന്നേ, നമ്മളുടെ എതിരെ നിന്ന് വിരോധമായ കയ്യെഴുത്തുകള്, ആ പിശാചെന്ന് പറയുന്ന പ്രാക്കും പാരമ്പര്യവും സകലതും അതിൻ്റെ മേൽ പബ്ലിക്കായിട്ട് ദൈവം ജയം കൊണ്ടാടിയെന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും എൻ്റെ കർത്താവ് പരസ്യക്കോലമാക്കിയെന്ന്. ഹല്ലേലൂയ. നിങ്ങളെയും എന്നെയും രക്ഷപ്പെടുത്തിയിട്ട് ഹല്ലേലൂയ, കർത്താവ് നമ്മൾക്കെതിരായി നിന്ന സകലത്തിനെയും പരസ്യക്കോലമാക്കി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങളും ഞാനും എന്തിനെ ഭയക്കണം? ഇന്ന് പറഞ്ഞ് ഞാൻ വെറുതെ ഓരോന്നൊക്കെ തലയിൽ ചിന്തിച്ചു കൂട്ടി ഭയക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ എതിരെ ഒന്നിനും നിൽക്കാൻ സാധിക്കത്തില്ല. എന്താന്ന് വെച്ചാൽ ഇനി എൻ്റെ നേരെ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന അന്ന് എൻ്റെ സകല കയ്യെഴുത്തുകളും മാഞ്ഞുപോയി. ഇനി എന്നെ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറഞ്ഞ് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എന്നെ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു വ്യക്തിക്കോ ഒരു പിശാചിനോ എന്നെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ, നിങ്ങൾക്ക് എങ്ങനെ മുന്നേറാൻ പറ്റും? എത്ര ശാപവും പ്രാക്കുവാ കിടക്കുന്നതെന്നറിയോ? അവരോട് പറയണം, ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് ഒന്നിനും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. അതിനാ ഹല്ലേലൂയ നമ്മള് ക്രിസ്തുവിലായി അതിന് ചേരാൻ വേണ്ടി അല്ലേ ആ പാപവും ശാപവും. നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞ് വചനമൊക്കെ കേട്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ അത്ഭുതങ്ങളൊക്കെ വെളിപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് വൈകല്ല്. ഹല്ലേലൂയ. ക്രിസ്തുവുമായിട്ട് പറ്റിച്ചേർന്ന് പുതിയ സൃഷ്ടിയാകണം പൂർണ്ണമായി. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരിയും കൂടെ ലഘുവായിട്ട് പറഞ്ഞാൽ ഒരു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭയിൽ ചെന്നിട്ട് അവിടുത്തെ ദൈവദാസനോട് പറയണം, എന്നെ പിതാവിന്റെ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നെ ഒന്ന് സ്നാനപ്പെടുത്ത്. എനിക്കൊന്ന് മരിച്ചിട്ട് എനിക്കൊന്ന് പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കണം എന്ന് എൻ്റെ മേൽ കിടക്കുന്ന സകല പാരമ്പര്യവും സകല വിരോധമായി നിന്നതും എല്ലാം എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിന്നതെല്ലാം എന്നേക്കുമായി അതിനെ കുഴിച്ചിടാൻ വേണ്ടി ഹല്ലേലൂയ സ്തോത്രം. അതൊന്നും അടുത്ത ദിവസം ഒരാഴ്ചത്തേക്ക് നല്ല സൂപ്പറാണ്. അതിനെ കുഴിച്ചിടാൻ വേണ്ടി ഹല്ലേലൂയ സ്തോത്രം. അതൊന്നും അടുത്ത ദിവസം ഒരാഴ്ചത്തേക്ക് നല്ല സൂപ്പറാണ്. അടുത്ത ആഴ്ചയാകുമ്പോൾ വീണ്ടും തലപൊക്കി വരും. എന്താ? അത് മരിച്ചിട്ടില്ല, അതിനെ കുഴിച്ചിട്ടിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നേക്കുമായി ഞാൻ പഴയ മനുഷ്യൻ മരിച്ചില്ല, എനിക്ക് മരിച്ച് അടക്കപ്പെട്ടിട്ട് ഒരു പുതിയ സൃഷ്ടിയായി എഴുന്നേൽക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ആത്മാവെ കീഴ്പ്പെടുത്തിയ ഒരു വ്യക്തിയായി എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആ പുതിയ സൃഷ്ടിയുടെ എല്ലാ അനുഭവവും ലഭിക്കണോ? അന്നാ മരിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇതിനകത്ത് വേറെ ഒരു വഴിയുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. കുറച്ചു നാളൊക്കെ കഴിയുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ആ ഒരു പഴയ രീതിക്കകത്തേക്ക് മടങ്ങി പോകണ്ട എങ്കിൽ തീർച്ചയായിട്ടും വചനം കേട്ട് ബലൂൺ പോലെ വീർക്കുവല്ല ചെയ്യേണ്ടത്. ഹല്ലേലൂയ. വചനം കേട്ട് സത്യം തിരിച്ചറിഞ്ഞാൽ കർത്താവിനിതാ എന്ന് പറഞ്ഞിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവൻ നൽകിയ കർത്താവിനെ എത്രയും വേഗത്തില് ക്രിസ്തുവിനെ ധരിക്കുവാനായിട്ട് ശ്രമിക്കണം. ഹല്ലേലൂയ. എന്താണെന്ന് വെച്ചാൽ വചനം അവിടെ പറയുന്നു, അവൻ എനിക്കും നിങ്ങൾക്കും എതിരായി നിന്ന സകല കൈയെഴുത്തുകളെയും വലിച്ചു കീറിയിട്ട് സ്തോത്രം 15-ാം വാക്യം പറയുന്നു നമ്മൾക്ക് എതിരായി നിന്ന വാഴ്ചകളെയും അധികാരങ്ങളുടെയും ആയുധങ്ങളെ അവൻ കീഴ്പ്പെടുത്തി. ഹല്ലേലൂയ. He disarmed the spiritual rulers and authorities. പിന്നെ എന്തിനാ ഭയക്കുന്നേ? ഒരു ഹല്ലേലൂയ ക്രിസ്തുവിൽ പൂർണ്ണമായി സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് എന്നുവെച്ചാൽ വചനം പറയുന്നു അവൻ എന്നേക്കുമായി ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും അവർക്കുണ്ടായിരുന്ന പല്ലിനെയും കൊമ്പിനെയും മൊനയെയും ആയുധത്തിനെയും നാക്കിനെയും അവരുടെ നഖത്തിനെയും എല്ലാം വലിച്ചു കീറി അവരെ എല്ലാം ഈ എല്ലാ പൈശാചിക ശക്തികളെയും പബ്ലിക്കായിട്ട് നാണം കെടുത്തി വിട്ടു. ഹല്ലേലൂയ. അവരുടെ മേൽ ജയമെടുത്തു. ഇനി നിങ്ങൾക്കും എനിക്കും ഒന്നും എതിരായി നിൽക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിലായ ഒരു വ്യക്തി പുതിയ സൃഷ്ടിയ. ക്രിസ്തുവിലായ ഒരു വ്യക്തി ദൈവത്തിന്റെ പൈതല. ഹല്ലേലൂയ. ക്രിസ്തുവിലാവുമ്പോ കൃപയാലത്രേ ഞങ്ങള് ക്ഷമിക്കപ്പെടുന്നത്. യേശുവിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, ഞാൻ ഇന്നയിടത്ത് പോയത് കൊണ്ടല്ല, കർത്താവിന് നമ്മളോട് സ്നേഹം തോന്നിയിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം മായ്ച്ച് നമ്മളെ ഓരോ ദിവസവും ജയത്തിലേക്ക് കൊണ്ട് നടക്കുക. ഇന്ന് പ്രഖ്യാപിച്ചേ ഹല്ലേലൂയ സ്തോത്രം. നേടിയ ജയത്താൽ ഹല്ലേലൂയ ഞാനും സകലത്തിന്റെ മേൽ ജയമെടുത്തിരിക്കുക. ഹല്ലേലൂയ. പാപത്തിന്റെ മേൽ, ശാപത്തിന്റെ മേൽ, അതിക്രമങ്ങളുടെ മേല്, ഹല്ലേലൂയ എൻ്റെ കുടുംബത്തിന് വിരോധമായി നിൽക്കുന്ന സകലത്തിന്റെ മേലും ഞാൻ ക്രിസ്തു മുഖാനം ജയമെടുത്തിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറഞ്ഞേ എനിക്കൊന്നിനെ കുറിച്ചും ഭയമില്ല. ഹല്ലേലൂയ. എൻ്റെ മക്കള് നശിക്കുമെന്നോ, എൻ്റെ ഭാവി നശിക്കുമെന്നോ, എൻ്റെ കുടുംബം തീരുമെന്നോ, ഞാൻ രോഗിയാകുമെന്നോ എനിക്ക് ഭയമില്ല. ഹല്ലേലൂയ. എൻ്റെ രോഗത്തിനെയും എൻ്റെ ശാപത്തിനെയും എൻ്റെ മക്കളുടെ അതിക്രമങ്ങളുടെയും എല്ലാം സകലതും കർത്താവ് കാൽവരി ക്രൂശിൽ എല്ലാം വലിച്ചു കീറി അതിനെ എല്ലാം പരസ്യക്കോലമാക്കി. ഇനി അതിന് ഞാൻ പറയാം ഹല്ലേലൂയ പിശാചിനിയും പല്ലുമില്ല, മൂക്കുമില്ല, കാതുമില്ല, കണ്ണുമില്ല, ഒന്നുമില്ല. ഹല്ലേലൂയ. വേണ്ടാത്ത ജീവൻ അതിന് കൊടുക്കല്ലേ. ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഞാൻ ക്രിസ്തുവിൽ ഒരു ജയാളിയ. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയ. വിളിച്ചു പറയണം, എൻ്റെ മേൽ ഒന്നിനും ജയമെടുക്കാൻ പറ്റത്തില്ല. എൻ്റെ മേൽ യേശുവിന് മാത്രമേ ജയമുള്ളൂ. ഹല്ലേലൂയ. യേശു സകല വാഴ്ചകളെയും അധികാരങ്ങളെയും, ഈ വാഴ്ചകളും അധികാരങ്ങളും നോക്കിക്കേ, വാഴ്ചകളും അതെന്നുവെച്ചാൽ വാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം, അതിൻ്റെ മേലും ചില ഡിപ്പാർട്ട്മെന്റിന്റെ മേൽ അധികാരമുള്ളവരുണ്ട്. ഒരു രാജ്യം നോക്കിയാൽ ഒരു രാജ്യം വാഴുന്ന രാജാവുമുണ്ട്, ആ രാജാവിന്റെ കീഴിൽ കുറെ മന്ത്രിമാരുമുണ്ട്. അല്ലെ? രാജാവ് പറയും ഹല്ലേലൂയ, ഇങ്ങനെ പറയും, രോഗത്തിന്റെ മന്ത്രി പോയി രോഗമിട്ടേ, കാലുവേദനയുടെ
മന്ത്രി പോയി കാലുവേദന ഒന്നിട്ട് വിട്ടേ, കാലുവേദനയുടെ മന്ത്രി പോയി കാലുവേദന ഒന്നിട്ട് കൊടുത്തേ. പഠിക്കത്തില്ല എന്ന് പറയുന്ന ആ സ്വഭാവത്തിന്റെ മേൽ ഒന്ന് ചെന്ന് ആ സ്വഭാവം ഇട്ടുകൊടുത്തേ. അനുസരിക്കത്തില്ല എന്നുള്ള മന്ത്രി ചെന്നിട്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് അനുസരണക്കേടാക്കിക്കേ. എന്തിനാണെന്നറിയോ? സ്വസ്ഥത തരാതിരിക്കാൻ. പക്ഷെ ഇന്ന് കർത്താവിന്റെ വചനം പറയാ, യേശു കർത്താവ് സകല വാഴ്ചകളുടെയും അധികാരങ്ങളെയും പരസ്യക്കോലമാക്കിയെന്ന്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ അനുസരണക്കേടുണ്ടാക്കുന്ന ആ മന്ത്രിക്ക് ഇനിയും തലപൊക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സാമ്പത്തിക തകർച്ച കൊണ്ടിരുന്ന മന്ത്രിക്ക് ഇനിയും തലപൊക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും എൻ്റെ ദൈവം, എൻ്റെ യേശു പരസ്യക്കോലമാക്കി അതുങ്ങളെ തോപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഈ കർത്താവിനെയാ നിങ്ങളും ഞാനും സേവിച്ച് ഈ കർത്താവിനുമായിട്ട് ഒന്നാകുന്നത്. ഹല്ലേലൂയ. ഈ യേശു കർത്താവുമായിട്ട് ഒന്നായി കഴിഞ്ഞാൽ ഇനി ഒരു വാഴ്ചയ്ക്കും ഒരു അധികാരത്തിനും ഒരു അനുസരണക്കേടിനും ഒരു ഭർത്താവിന്റെ അനുസരണക്കേടും ഒന്നും എൻ്റെ ഭവനത്തിനകത്ത് വരത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് നന്നായി വിളിച്ചു പറയണം, യേശു ജയമെടുത്തിരിക്കുന്നത് കൊണ്ട് ഞാനും ജയമെടുത്തിരിക്കുക. ഇന്ന് വിളിച്ചു പറഞ്ഞ് ഒന്ന് പ്രഖ്യാപിച്ച്, എത്രത്തോളം ഈ വാക്യങ്ങളൊക്കെ എവിടെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് പ്രഖ്യാപിക്കണം. എവിടെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് പ്രഖ്യാപിക്കണം, ഞാനൊരു പുതിയ സൃഷ്ടിയാ. എൻ്റെ ജീവിതം മാറ്റിമറിച്ചു ക്രിസ്തുവില്. ഹല്ലേലൂയ. ഞാനൊരു ജയമാ. എൻ്റെ ജയത്തിന്റെ മുമ്പിൽ ഇനി ആർക്കും നിൽക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ഒരു ജയ ജീവിതമാ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നാം സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇനി അടുത്ത തവണ എപ്പോഴേലും കള്ളപ്പിശാച് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ വാ തുറക്കുമ്പം പറയണം, നോ നോ നോ. ഹല്ലേലൂയ. യേശു അതിന്റെ മേൽ ജയം എടുത്തിരിക്കുക. ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്നത് കൊണ്ട് ഞാനും പിശാചിന്റെ മേൽ ജയം എടുത്തിരിക്കുക. ഞാനും എല്ലാ പൈശാചിക തലത്തിന്റെ മേൽ, എല്ലാ വാഴ്ചകളുടെയും അധികാരങ്ങളുടെ മേൽ ഞാൻ ജയം എടുത്തിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഞാനൊരു ജയാളിയ. ഞാൻ ഈ കർത്താവ് ചെയ്ത സകല അനുഗ്രഹവും ഞാൻ സ്വീകരിക്കുക. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ഹല്ലേലൂയ. ഇത്ര നല്ല കർത്താവിന്റെ പ്രിയ മക്കള്, പ്രിയ മകൻ, പ്രിയ മകൾ എന്നൊക്കെ ധൈര്യത്തോടെ നമ്മൾ പറയുമ്പോൾ ഈ ധൈര്യം എല്ലാ മേഖലയിലും കാണണം. അടുത്ത തവണ ആരെങ്കിലും പറയുക, അത് നിങ്ങളുടെ ജീവിതം, പ്രത്യേകിച്ച് ഒരു സ്നാനപ്പെട്ട വ്യക്തിയോട്, ഹല്ലേലൂയ, ആരെങ്കിലും പറയാ, അത് നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് എങ്ങനെ ചെയ്യുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് എങ്ങനെ ചെയ്യുന്നത്, അവരുടെ ഈ വചനം എടുത്ത് കാണിച്ചിട്ട് പറയണം, ഇല്ല ഇല്ല, ഞാൻ ക്രിസ്തുവിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു പുതിയ സൃഷ്ടിയ. ഇനി എൻ്റെ മേൽ പാപത്തിന് അവകാശമില്ല. ഇനി എൻ്റെ മേൽ ശാപത്തിന് അവകാശമില്ല. ഇരുട്ടിനും ഇരുട്ടിന്റെ അന്ധകാര ശക്തികൾക്കും ഇനി എൻ്റെ മേൽ ജയമെടുത്ത് വാഴും. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. സകല നന്മയാൽ അനുഗ്രഹിക്കട്ടെ. യേശു